മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബാവ തിരുമേനി, കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനാധിപൻ അഭിവന്ദ്യ സേവരിയോസ് തിരുമേനി, ബോംബെ ഭദ്രാസന അധിപൻ കൂറിലോസ് തിരുമേനി, മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റി ജോൺ കോനാട്ടച്ചൻ, അതുപോലെ ജേക്കബ് കുര്യനച്ചൻ, സിന്തേറ്റിൻ്റെ MD ജോർജ് പോള്, അതുപോലെ വേദിയിലിരിക്കുന്ന ആളുള്ള ജോസ് തോമസ്, എത്രയും ആദരണീയരായിട്ടുള്ള വന്യകോർ എപ്പിസ്കോപ്പമാർ, വൈദികർ, സിസ്റ്റേഴ്സ്, കൂടി വന്നിരിക്കുന്നതായിട്ടുള്ള ഇടവക ജനങ്ങളെ, മലങ്കര സഭയുടെ ഈ രാജ്യത്തുള്ളതായിട്ടുള്ള വിവിധ ഭദ്രാസനങ്ങളിൽ മലങ്കര സഭയ്ക്ക് എന്നും അഭിമാനത്തോടു കൂടി ഈ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് ചെല്ലുമ്പോഴും കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൻ്റെ ഒരംഗം എന്ന് അഭിമാനത്തോടു കൂടി പറയുവാൻ തക്ക തരത്തിലേക്ക് നമ്മുടെ ഭദ്രാസനം സഭയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടായിട്ട് മാറിയിരിക്കുകയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ന് മലങ്കര സഭയിൽ ഇത്രയേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മലങ്കര സഭയ്ക്ക് ആകമാനം, പ്രത്യേകിച്ച് മറ്റ് ഭദ്രാസനങ്ങൾക്ക് മാതൃകയായിക്കൊണ്ട് മലങ്കര സഭയിൽ ഇന്ന് നമ്മുടെ ഭദ്രാസനം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മാതൃകയായിട്ട് നിൽക്കുകയാണ്. ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുന്നൊരു വലിയ കാര്യമാണ്, ഏതൊരു പ്രവൃത്തിയും ഏർപ്പെടുവാനായിട്ട് ഇറങ്ങുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എനിക്കെന്ത് കിട്ടും എന്നുള്ളതാണ്. നമ്മുടെ അഭിവന്ദ്യ സേവരിയോസ് തിരുമേനിയുടെ അടുത്ത് നമ്മുടെ തിരുമേനി തുടങ്ങി വെച്ചിരിക്കുന്ന ഏകദേശം 12ഓളം സ്ഥാപനങ്ങൾ എടുക്കുമ്പോൾ മറ്റു പല ഭദ്രാസനങ്ങളിലും പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെല്ലുമ്പോൾ വളരെ അതിശയോക്തിയോടുകൂടി പലരും ചോദിക്കാറുണ്ട്, ഇതെങ്ങനെ നടന്നു പോകുന്നു എന്നുള്ളത്. മലങ്കര സഭയിലെ ഈ തരത്തിലുള്ളതായിട്ടുള്ളൊരു നേതൃത്വം ആരേറ്റെടുത്താലും മലങ്കര സഭയുടെ മക്കള് ആ വഴിക്ക് തിരിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൻ്റെ ഈ ജീവിതകാരുണ്യ പ്രവർത്തനങ്ങൾ. തിരുമേനിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇതെല്ലാം എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്ക് മാത്രമേ തിരുമേനിക്കുള്ളൂ, എല്ലാം ദൈവം നടത്തും. ശരിക്കും പറഞ്ഞാൽ അതൊരു അതിശയം തന്നെയാണ്. ആ വാക്ക് എല്ലാവരും അതിശയത്തോടു കൂടിയാണ് നോക്കുന്നത്. ഇന്ന് കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിലെ ഓരോ ഇടവകളും എടുത്ത് പരിശോധിക്കുമ്പോൾ മറ്റു ഭദ്രാസനങ്ങളെക്കാൾ കൂടുതൽ സാമ്പത്തികമായിട്ട് വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള പള്ളികളും, ആ പള്ളികളിൽ ബഹുഭൂരിപക്ഷം പള്ളികൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വ്യവഹാരങ്ങളും കേസുകളുമായിട്ട് നിരന്തരം നെട്ടോട്ടം ഓടിക്കൊണ്ട് അത് തന്നെ നടത്തുവാനായിട്ട് പണം എങ്ങനെ സമാഹരിക്കണം എന്ന് വിചാരിച്ച് നടക്കുമ്പോഴാണ് മലങ്കര സഭയില് ഇത്രയേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങള് അത് വളരെ ഭംഗിയായിട്ടും ചിട്ടയായിട്ടും തുടങ്ങി വച്ചിരിക്കുന്നതായിട്ടുള്ള ഓരോ സ്ഥാപനങ്ങളും മേൽക്കുമേൽ ഉന്നതിയിലേക്ക് വരുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ മലങ്കര സഭയുടെ നേതൃത്വത്തിനും അതുപോലെ തന്നെ സേവരിയോസ് തിരുമേനിയുടെ ആ ദീർഘവീക്ഷണവുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സേവരിയോസ് തിരുമേനിയെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഞാനൊന്നും പറയേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഇന്ന് മലങ്കര സഭയിൽ ഇതുപോലൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്.
ആദ്യം നമ്മളൊരു കുടുംബമാണ്. കുടുംബത്തിൽ നമുക്ക് അംഗീകാരം കിട്ടുമ്പോഴാണ് നമ്മൾ പുറത്തേക്ക് നമ്മൾ അറിയുന്നത്. ഇന്ന് വിവിധ തരത്തിലുള്ള കലാകായിക മത്സരങ്ങൾ വളരെ ഭംഗിയായിട്ട് രാവിലെ തൊട്ട് നടന്നു അത് കാണുവാനായിട്ട് സമീപ ഭദ്രാസനങ്ങളിൽ നിന്നും നമ്മുടെ ഭദ്രാസനങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഇവിടെ കടന്നു വരികയുണ്ടായി. വരുന്നവർക്കെല്ലാം പറയുവാനായിട്ടുള്ളത് ഇത് ഞങ്ങളുടെ ഭദ്രാസനത്തിലും ഞങ്ങൾ നടത്തും എന്നാണ്. ആ നടത്തണം എന്നുള്ളൊരു ആഗ്രഹം ചിന്തിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ഭദ്രാസനത്തെ ഈ നിലയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഈ കഷ്ടപ്പാടുകളായിരിക്കാം ഒരുപക്ഷെ നമുക്കതിന് ഏറ്റവും പ്രചോദനമായത്. കഷ്ടപ്പാടുകൾ ഒരുപക്ഷെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ആവുമായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇന്ന് മറ്റ് ഭദ്രാസനങ്ങളിൽ നിന്ന് വേറിട്ടുള്ളതായിട്ടുള്ളൊരു മുഖവും വ്യക്തിത്വവും ഒക്കെ നമുക്ക് സമ്പാദിച്ചു തന്നത് ഒരുപക്ഷെ ഈ പ്രയാസങ്ങളുടെ നടുവിലൂടെ അതിനെയെല്ലാം ചെറുത്ത് തോൽപ്പിച്ച് മുമ്പോട്ട് പോകുവാനായിട്ടുള്ള ആ ഒരു ഇച്ഛാശക്തി കൊണ്ടായിരിക്കാം ഇന്ന് അഭിമാനിക്കാവുന്ന തരത്തിലേക്ക് നമുക്ക് മാറുവാൻ കഴിഞ്ഞത്. കോനാട്ടച്ചൻ പറയുകയുണ്ടായി, ഇന്ന് നമ്മുടെ കോലഞ്ചേരി പള്ളിയുടെ പ്രശ്നത്തെക്കുറിച്ച് കോനാട്ടച്ചൻ വളരെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. കോലഞ്ചേരി പള്ളിയിൽ മലങ്കര സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള പള്ളികളിൽ ഒന്നാണ് കോലഞ്ചേരി പള്ളി. ആ കോലഞ്ചേരി പള്ളി കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ അഭിമാനാർഹമായിട്ടുള്ളൊരു പള്ളിയാണ്. ഈ കണ്ടനാട് ഭദ്രാസനത്തിന്റെ അഭിമാനഹാരമായുള്ള ഈ കോലഞ്ചേരി പള്ളിയിൽ ഓർത്തഡോക്സുകാരില്ല എന്നായിരുന്നു ഒരു കാലത്ത് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നെങ്കിൽ കോലഞ്ചേരി പള്ളിയിൽ ഓർത്തഡോക്സുകാരുണ്ടായിരുന്നോ എന്നുള്ളത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇതേ സ്ഥലത്ത് നമ്മൾ ഒരുമിച്ച് ഇവിടെ കാണിച്ചു കൊടുക്കുകയുണ്ടായി. അതിൽ നിന്നാണ് വീറും വാശിയും കൊണ്ടുകൊണ്ട് ഇന്ന് അവരെ പള്ളി പിടിക്കുവാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഇറങ്ങി നിൽക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സഭയില് നമ്മുടെ ഭദ്രാസനങ്ങളിൽ ഓരോ സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടണം. പലരും പറയുന്നത് വന്നാൽ തല്ല് കിട്ടില്ലേ എന്നാണ്. ആരും തല്ലാനൊന്നും പോകുന്നില്ല, അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. വളരെ കുറച്ച് ആളുകൾ നിന്നാൽ മാത്രമാണ് തല്ലും പൊട്ടുമൊക്കെ കിട്ടുകയുള്ളൂ. സഭ ഒന്നടങ്കമായിട്ട് ഭദ്രാസനം ഒന്നടങ്കമായിട്ടൊരു പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് മുമ്പിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ അവിടെ നീതിന്യായ വ്യവസ്ഥകൾ കൈയാളുന്നതായിട്ടുള്ള അധികാരികള് നമ്മളും ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിലെ ഒരു പള്ളികളിലെ ഒരിടവകങ്ങളും മാറി നിൽക്കരുത് എന്നാണ് ഈ കുടുംബ സംഗമത്തിലൂടെ നാം പ്രതിജ്ഞ എടുക്കേണ്ടത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ കോടതി വിധികള് ഇന്ന് നടപ്പാക്കാൻ പറ്റാത്തതായിട്ടുള്ള അധികാരവർഗങ്ങള് തീർച്ചയായിട്ടും ഈ കോടതി വിധികൾ നടപ്പാക്കുവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അവര് രംഗത്തേക്ക് വരും. അത് മധ്യസ്ഥം വഹിക്കുന്നതായിട്ടുള്ള ആളുകള് അവരതിന് വീറും വാശിയോടുകൂടി മുന്നിറങ്ങിക്കൊണ്ട് ഈ കാര്യങ്ങൾ നടത്തും. നമ്മൾ പുറകോട്ട് അറച്ചു നിൽക്കുമ്പോൾ അത് നമ്മളെക്കാൾ വളരെ കുറവുള്ളതായിട്ടുള്ള ഈ കോലഞ്ചേരി മേഖലയിലുള്ളതായിട്ടുള്ള യാക്കോബ വിഭാഗത്തിന് കരുത്തുണ്ടാക്കി കൊടുക്കാനേ അതുകൊണ്ട് കഴിയുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നാം ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് വന്നാൽ തീർച്ചയായിട്ടും ഈ കോലഞ്ചേരി പള്ളിയുടെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനുള്ള ധൈര്യവും തന്റെ ഒക്കെ ഇന്ന് കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിലെ ഇടവക മക്കൾക്ക് അഭിവന്ദ്യ സേവേരിയോസ് തിരുമേനിയും നമ്മുടെ അഭിവന്ദ്യ പരിശുദ്ധ കാതോലിക്ക ബാവയും നമുക്ക് ആവോളം തന്നിട്ടുണ്ട്. അത് കൈമോശം വരാതെ നാം അത് ഏറ്റെടുക്കാൻ തയ്യാറായാൽ ഈ പ്രശ്നങ്ങളൊന്നും നമുക്കൊന്നുമല്ല. ഇതിനെയൊക്കെ സമീപകാലങ്ങളിൽ നമുക്ക് മറികടക്കുവാനായിട്ട് കഴിയും. ആ ഒരു വിശ്വാസവും ഇച്ഛാശക്തിയും കൊണ്ട് വേണം നമ്മൾ ഓരോ ഇടവക സംഗമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഭദ്രാസന ദിനാഘോഷങ്ങളെല്ലാം നമ്മൾ നോക്കിക്കാണുവാൻ. ഇന്ന് മലങ്കര സഭയില് അഭിമാനാർഹം എന്ന് നമുക്ക് എപ്പോഴും പറയാൻ കഴിയുന്നത് വീണ്ടും ഇതുപോലെ പുതിയ പുതിയ പ്രോജക്റ്റുകളുമായിട്ടാണ് നമ്മുടെ സേവരീസ് തിരുമേനി രംഗത്തേക്ക് വരുന്നത്. നമ്മൾ ആരും അതിനെതിരല്ല. കാരണം ക്രിസ്തീയ ദൗത്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. സഹായിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ
പ്രതിഫലം നമ്മൾ പ്രതീക്ഷിച്ച് സഹായിച്ചാൽ അത് എപ്പോഴും നമ്മുടെ കൂടെ ഒരു ദുഃഖമായിട്ടിരിക്കും. ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ സഹായിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മുടെ നന്മയ്ക്കായിട്ടേ ഭവിക്കുകയുള്ളൂ. അത് എൻ്റെ ഒരു ജീവിത അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ള എല്ലാ ആളുകളും അവരുടെ ചെറുതും വലുതുമായിട്ടുള്ള കൈയഴിഞ്ഞുള്ളതായിട്ടുള്ള സഹായം, അതെത്രയാണെന്നുള്ളതിൻ്റെ വലിപ്പ ചെറുപ്പത്തിലൊന്നുമല്ല കാര്യമിരിക്കുന്നത്. ആ ചെറുതും വലുതുമായിട്ടുള്ള ഒരു തുക ഇന്ന് പരിശുദ്ധ ബാവാ തിരുമേനിയുടെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനം, മലങ്കര സഭയില് മറ്റു ഭദ്രാസനങ്ങളിലുള്ള ഇടവക അംഗങ്ങൾക്ക് മാതൃകയാകുന്ന തരത്തിലേക്ക് നാം ഒരു ദൗത്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തിരുമേനി കൊണ്ടുവരുന്ന എല്ലാ പദ്ധതികൾക്കും ആകുന്ന തരത്തിലുള്ള കൈത്താങ്ങുകൾ അത് അവനവന്റെ കഴിവിനനുസരിച്ച് നമുക്കെല്ലാവർക്കും ഒരുപോലെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പറ്റുന്ന രീതിയിൽ നമ്മൾ എല്ലാവരും അതിന് മുന്നിട്ടിറങ്ങുമ്പോൾ നമ്മുടെ ഓരോ പ്രോജക്റ്റുകളും അത് ഭംഗിയായിട്ട് തന്നെ കൊണ്ടുപോകും. തിരുമേനി ഒരിക്കൽ പറയുകയുണ്ടായി, തിരുമേനിയോട് ചോദിച്ച സമയത്ത് എല്ലാവരും ഈ പ്രോഫിറ്റ് ഇങ്ങോട്ട് കിട്ടുന്ന തരത്തിലേക്കുള്ള പരിപാടികളാണ് ആവിഷ്കരിക്കുന്നത്. പക്ഷെ തിരുമേനി മാത്രം ഇതുവരെ അങ്ങനെ ഒരു പരിപാടി തുടങ്ങിയിട്ടില്ല. എല്ലാം അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ടൊന്നും കിട്ടുന്ന പരിപാടികൾ ഒന്നും തിരുമേനി തുടങ്ങി വെച്ചിട്ടില്ല. നല്ല ഉറപ്പുണ്ട്, ഇങ്ങോട്ട് കിട്ടുന്നതായിട്ട് അങ്ങോട്ട് കിട്ടുന്ന പരിപാടികൾ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. പക്ഷേ നമ്മൾ ഒന്നും കിട്ടാതെ തന്നെ സേവനത്തിന് ഇറങ്ങി ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും തിരുമേനി പറഞ്ഞ വാക്ക് വളരെ പ്രസക്തമാണ്, എല്ലാം ദൈവം നടത്തും എന്നുള്ളത്. അത് 1995 തൊട്ട് ഇന്ന് 2014 കാലെടുത്ത് വെച്ചിരിക്കുന്ന സമയം വരെ നമ്മൾ തൊട്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഇടവക സംഗമം ഭദ്രാസന ദിനാഘോഷം നമ്മളിവിടെ ഒരുമിച്ച് കൂടി ആഘോഷിക്കുമ്പോൾ മലങ്കര സഭയുടെ ഏറ്റവും പ്രയാസം അനുഭവപ്പെടുന്ന ഭദ്രാസനങ്ങളിൽ ഒന്നായിട്ടുള്ള നമുക്ക് ഒന്നും വിഷമിക്കേണ്ടതായിട്ടുള്ള, കോനാട്ടച്ചനും നമുക്ക് മുമ്പ് സംസാരിച്ചതായിട്ടുള്ളവരും പറഞ്ഞു, നമ്മളൊരു കഴുതയുടെ ബുദ്ധിയെങ്കിലും കാണിക്കാൻ തയ്യാറായാൽ നമുക്ക് നേടാവുന്നതേ ഉള്ളൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി അടുത്ത ഭദ്രാസന ദിനാഘോഷത്തിലേക്ക് കടന്നു വരുവാൻ ജഗദീശ്വരൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ ഭദ്രാസനത്തിലെ ഒരു എളിയ പ്രവർത്തകനായിട്ട് വരുവാനായിട്ട് ദൈവം സഹായിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.